പിന്നെ ഇത് എപ്പോഴാണ് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ കൂട്ടായത്? അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ അറിയണമെങ്കിലേ ഈ നാടകം പൊളിക്കണം. നമ്മുടെ മോള് തന്നെ നമ്മളോട് സത്യം പറയണം. അതിപ്പോൾ എങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ സാഹചര്യം വരും ഗോവിന്ദേട്ടാ, ഇല്ലെങ്കിൽ നമ്മൾ സാഹചര്യം ഉണ്ടാക്കണം. എന്നാൽ എല്ലാ കാര്യവും വെട്ടി തുറന്ന് പറയുന്ന നമ്മുടെ മോള് ഈ കാര്യം മാത്രം മറച്ചു വെക്കുകയാണല്ലോ കനകെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ ഒന്ന് പറ്റിക്കണമെന്ന്. നന്ദുകൂട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. ഏതൊക്കെയായാലും നാളെ രാവിലെ കുളിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 7-ാം മാസത്തെ ചടങ്ങിന് അവളും വരുന്നു എന്നാണ് പറഞ്ഞതെന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ, നോക്കിയിട്ടൊക്കെ കൊണ്ടുപോയാൽ മതി, അവിടെ അങ്ങോട്ട് ചെല്ലുന്നത് അനാമയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ചടങ്ങിനും നമ്മുടെ മോളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഗോവിന്ദേട്ടാ, അതിപ്പോൾ അവളുടെ ചേച്ചിയുടെ 7-ാം മാസത്തെ ചടങ്ങല്ലേ. ഇപ്പോൾ ചിക്കൻ ബോക്സ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കത്തില്ലായിരുന്നോ? ഇനി അവളെ കൊണ്ടുപോയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ മൂർത്തി സാറും മുത്തശ്ശിയും നമ്മളെ കുറ്റപ്പെടുത്തത്തില്ലേ? അതൊക്കെ ശരിയാ. അപ്പോഴും ജ്യോത്സ്യം പറഞ്ഞത് മനസ്സിൽ കിടക്കുക കനകെ. അവളുടെ മനസ്സിൽ കിടക്കുന്ന ചെക്കൻ തന്നെ അവളെ കേട്ടുവെന്ന് ജ്യോത്സ്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മളായിട്ട് കൂടുതൽ സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതല്ലേ നല്ലത്. എൻ്റെ ഗോവിന്ദേട്ടാ, അവൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോലീസ് ക്യാമ്പിലേക്കൊക്കെ പോകത്തില്ലേ, പിന്നെ കുഴപ്പമൊന്നും വരത്തില്ല. നാളെ ഫംഗ്ഷൻ നടക്കുമ്പോൾ എൻ്റെ കണ്ണ് അവിടെ നമ്മുടെ നയനയുടെ അടുത്തും ആദർശിൻ്റെ അടുത്തും അവരുടെ അമ്മേൻ്റെ അടുത്തും ആയിരിക്കും. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കഥ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയണം എന്നിങ്ങനെ കനക പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ പലഹാരം ഉണ്ടാക്കുക കേട്ടോ അനന്തപുരിയിൽ. അപ്പോൾ ദേവയാനി ഇങ്ങനെ അച്ചപ്പം എടുത്ത് ഇങ്ങനെ ചട്ടിയിലോട്ട് ഇടുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ജലജ ഉണ്ട്, അതുപോലെ തന്നെ ജാനകി വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ നയനോട് പറയുകയാണ്, നീ എന്തിനാണ് അവിടെ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നത്, നിനക്ക് അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ ജലജ ചോദിക്കുകയാണ്, അവൾ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയേ, എനിക്കങ്ങനെ വലിയ കൊതിയൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവർ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ആസ്വദിക്കുകയായിരിക്കും, പ്രത്യേകിച്ച് അമ്മായിയമ്മ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഈ പണിയൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതാണല്ലോ, പ്രത്യേകിച്ചും ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ നയന. അപ്പോൾ ദേവയാനി പറയുകയാണ്, ഇതിപ്പോൾ ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒന്നും ചെയ്യണ്ട, ഇത് അടുക്കള പറഞ്ഞൊക്കെ ഞാൻ ഏറ്റെടുത്താണ്, ഞാൻ ഇതെല്ലാം ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനന്തപുരിയിലെ ജോലിക്ക് ആളില്ലെന്ന് പുറമേ ഉള്ളവർ അധിക്ഷേപിക്കുമായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിൽ 4-5 പെണ്ണുങ്ങളുള്ളപ്പോൾ എന്തിനാ വീട്ടിലൊരു ജോലിക്കാരി? വീട്ടിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെയുള്ള ആണുങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ പിന്നെ ജോലിക്കാരെ വെക്കേണ്ട ആവശ്യകതയില്ലല്ലോ. 4-5 പെണ്ണുങ്ങളുണ്ടെങ്കിൽ എല്ലാവരും സഹകരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു അന്തസ്സ് എന്നിങ്ങനെ നമ്മുടെ നയന പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, അതിൽ കുറഞ്ഞുള്ള അന്തസ്സൊക്കെ മതി നമ്മുടെ ഏട്ടത്തിക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക്